ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. അപ്പോൾ ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് ലേറ്റായാണ് ഇറങ്ങിയത്. മണി ഏകദേശം 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നടന്നപ്പം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും പേടിക്കുന്ന ഒരു കാര്യമാണല്ലേ പരാജയം പല രീതിയിലുണ്ട്. ഇപ്പം പഠിത്തത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഇപ്പം കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പരീക്ഷയ്ക്ക് ഞാൻ പരാജയപ്പെടുമോ, ജയിക്കുമോ, മാർക്ക് കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു ഉത്കണ്ഠ. പിന്നെ അല്ലെങ്കിൽ നമ്മളിപ്പം ചെയ്യുന്ന ജോലി ഇപ്പോൾ മാർക്കറ്റിംഗ് ആണെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഈ മാസം ടാർഗറ്റ് അച്ചീവ് ആകുമോ അല്ലെങ്കിൽ പരാജയപ്പെടുമോ, അങ്ങനെയുള്ളത്. പിന്നുള്ളത് നമ്മൾ നല്ല മത്സര പരീക്ഷകൾ എന്തെങ്കിലും എഴുതുമ്പോൾ ഇപ്പോൾ PSC പോലുള്ളത് നമുക്ക് അത് കിട്ടുമോ, അത് തോറ്റുമോ എന്നുള്ളത്. പിന്നെ തന്നെ നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അതിൽ നമ്മൾ പരാജയപ്പെടുമോ, ആ ജോലി കിട്ടുമോ എന്നുള്ളൊരിത്. അങ്ങനെ എല്ലാത്തിനും നമുക്കൊരു പേടിയോട് കൂടിയാണ് നമ്മൾ എല്ലാവരും മിക്കവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മൊത്തത്തിൽ 100% നമുക്ക് പറയാൻ പറ്റത്തില്ല. നല്ല കോൺഫിഡൻസ് ആയിട്ടുള്ള കുറേ പേരുണ്ട്, ഇല്ലാതെ കുറേ പേര് അങ്ങനെ തന്നെയാണ്, ഞാനുൾപ്പെടെ. ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുമോ എന്നുള്ളതല്ല നമുക്കൊരു ഉത്കണ്ഠയുണ്ടല്ലേ. അതെന്താണ് നിങ്ങൾക്ക് അങ്ങനെ വരാനുള്ള കാര്യമെന്ന് നിങ്ങൾക്കറിയാമോ? നെഗറ്റീവ് ചിന്താഗതിയാണ്. ഇപ്പം എപ്പോഴും നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ ഇപ്പോൾ എന്തിനിറങ്ങിയാൽ, ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് പറയാറുണ്ട്, എടാ അത് നടക്കത്തില്ല. ഞാൻ പറയും ശരി, എന്തായാലും ശരിയെന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പണക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഞാനിപ്പോൾ നെഗറ്റീവ് ആൾക്കാരെ ഞാനൊന്നും അടുപ്പിക്കത്തില്ല. നെഗറ്റീവ് ഇപ്പം പറയാൻ കാരണം, ഞാൻ ചെയ്യുന്നത് മാർക്കറ്റിംഗ് ജോബ് പോലുള്ളതാണ്. അപ്പോൾ അതിൽ വന്നിട്ട് അത് ബിസിനസ്സില്ല, അവിടെ പോയി കഴിഞ്ഞാൽ അത് നടക്കത്തില്ല, അത് നടക്കാൻ ചാൻസ് ഇല്ല, ഈ മാസം ആകത്തില്ല, തുടക്കത്തിൽ ഇങ്ങനെ നമ്മൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വന്ന് കുറേ ആൾക്കാർ വരും. ഞാൻ ചെയ്യുന്ന കാര്യം എന്തെന്നറിയാമോ? അത് കേൾക്കും, ആണോ ശരി എന്ന് കേട്ടിട്ട് ഒരു ചെവി കൂടെ കേട്ട് അടുത്ത ചെവിയിലൂടെ കളയും. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? നമ്മൾ പോസിറ്റീവായിട്ട് എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് മൈൻഡോടെ തന്നെ ഇരിക്കണം. ചില ആൾക്കാരുണ്ട് അയ്യോ ഇത് പോയാൽ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നെഗറ്റീവ് പറഞ്ഞിട്ട്, കിട്ടത്തില്ല എങ്കിലും പോയി നോക്കാം, അങ്ങനെ പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ഇറങ്ങില്ല. അത് നമുക്കൊരു വെറുതെ പോയി നമ്മൾ നല്ലൊരു രീതിയിൽ അറ്റൻഡ് ചെയ്യേണ്ട ഇൻ്റർവ്യൂ നമ്മൾ പോയി കുളമാക്കിയിട്ട് വരും അല്ലേ. അതല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ആയിട്ട് തന്നെ, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ പോയി അത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ നമുക്ക് അതിലൂടെ കിട്ടുന്ന ചിലപ്പം ജോലിയല്ലായിരിക്കും, പക്ഷേ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്, അടുത്ത ഇൻ്റർവ്യൂവിനൊക്കെ അതൊരു നമുക്ക് മുതൽക്കൂട്ടാവും. ചിലപ്പോൾ ഒരു 6-7 ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നത്. ഈവനിന് ദുബായിൽ വന്നാൽ പോലും എനിക്കറിയാം ഒത്തിരി പേര് മുന്നേക്ക് ഇവിടെ ജോലി തേടി വരും. അവർക്ക് ചിലപ്പം 3 മാസം നിന്നിട്ടും കിട്ടാത്തവർ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് വീണ്ടും 3 മാസം 6 മാസം കൊണ്ടൊക്കെ ആയിരിക്കും ജോലി കിട്ടുന്നത്. അപ്പോൾ അത്രയ്ക്കും നമ്മൾ അവരെല്ലാം തിരിച്ചു പോരുന്നെങ്കിൽ എന്ത് ചെയ്യും? പക്ഷേ 10ാം മാസം ചിലപ്പോൾ അവർക്ക് ഒരു നല്ലൊരു ജോലിയായിരിക്കും കിട്ടുന്നത്. അവർ പ്രതീക്ഷിക്കാലും ആദ്യം അവർക്ക് ചിലപ്പോൾ നല്ല ഈ സാലറി ഒരു 1000 ദിറമിനൊക്കെ ആയിരിക്കും ചിലപ്പം പറയുന്നത്. പക്ഷേ ലാസ്റ്റ് കിട്ടുന്നത് എന്തായിരിക്കും? ചിലപ്പോൾ ഒരു 2500 ദിറമിനും നല്ല സേഫായിട്ടുള്ള കമ്പനിയുടെ ആയിരിക്കും ജോലി കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ചിലർ ഇപ്പം ദുബായിലല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോട്ട് പോയി ജോലി കിട്ടിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ലെന്ന് പറയാൻ നമുക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലേ. അപ്പോൾ എല്ലാം നമ്മൾ നല്ല കോൺഫിഡൻസോടു കൂടി തന്നെ അറ്റൻഡ് ചെയ്യുക. പിന്നെയുള്ള ഈ നെഗറ്റീവ് ആൾക്കാർ കുറേ പേരുണ്ട്, അവരെ പരമാവധി നമ്മൾ ഒഴിവാക്കുക. നെഗറ്റീവ് എന്ന് പറഞ്ഞു തരും. പിന്നെ ഒരു കാര്യത്തിന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ടൈമിൽ വഴിയിൽ വെച്ചിട്ട് കുറേ ഫ്രണ്ട്സ് നിൽക്കുകയായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചിലപ്പം പറയടാ അത് കിട്ടാൻ ചാൻസ് ഇല്ല, അത് ഓൾറെഡി ആയി, നിങ്ങൾ ഇപ്പം മനമടിപ്പിക്കാൻ നിൽക്കും. പരമാവധി നമ്മൾ അവരോട് അത് കഴിഞ്ഞിട്ട് പറയുക. ഒരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പറയുക. ഇല്ല നമ്മൾ നേരത്തെ ചെന്ന് പറഞ്ഞ് പിന്നെ കുറേ പേരുണ്ട് ഒറ്റയ്ക്ക് പോകേണ്ട സ്ഥാനത്ത് ഒരു 5 പേരെ കൂടെ ഒക്കെ കൊണ്ടുപോകും.
അവർ ചിലപ്പം ഒറ്റയ്ക്ക് ബസ്സിൽ പോയാലും മതി, നമ്മളാരും അറിയാതെ അതിന് അവരെ കാറിലൊക്കെ വിളിച്ച് നമ്മളെല്ലാം പോകും. പക്ഷേ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു കോൺഫിഡൻസിലായിരിക്കും നിങ്ങൾ ഇറങ്ങുന്നത്. പക്ഷേ നെഗറ്റീവ് കേട്ട് 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 നിങ്ങൾ അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിനെത്തുമ്പോഴത്തേക്കും ഫുള്ള് നിങ്ങൾ മൂഡ് ഓഫായിട്ടായിരിക്കും കയറി ചെല്ലുന്നത്. അപ്പം പരമാവധി നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോവുക, ഒരു കോൺഫിഡൻസോടുകൂടി ആ പോസിറ്റീവോട് പോയി തന്നെ അത് അറ്റൻഡ് ചെയ്യുക. പിന്നെ സ്കൂളിൽ നമ്മൾ ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴേ നമ്മൾ പരീക്ഷയ്ക്ക് പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ രക്ഷകർത്താക്കളും കൂടെ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം. എടാ നീ പോയിട്ട് എഴുതിയിട്ട് വാ. അപ്പോൾ അവരിരുന്നിട്ട് അപ്പോൾ അവർക്കൊരു ഇതായിരിക്കും, ഇല്ലാതെ നീ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ, നീ എന്ത് പോയി എഴുതാൻ പോകുന്നു, അങ്ങനെയുള്ള ആ രീതിയൊന്നും വെറുതെ നമുക്ക് അവരെ കൊടുക്കില്ല. അവർ കുഞ്ഞ് മനസ്സാണ്, അവർക്ക് വീണ്ടും ഒരു മൂഡ് ഓഫ് ആയി പോകും. മക്കൾ പോയിട്ട് എഴുതിയിട്ട് പോവാ, നല്ല മാർക്ക് കിട്ടും, നമുക്ക് നീ പഠിച്ചതൊക്കെ തന്നെ വരുമെന്നുള്ള ഒരു കോൺഫിഡൻസ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ വേണ്ടി അവരുടെ അടുത്ത് പറയുക. ഇപ്പം കുറേ ഉണ്ട്, ഒരു 5-10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 7 അറിയാമെങ്കിൽ 3 വിട്ടിട്ട് വരും, 3 അവന് അറിയാമെന്നുള്ളത് എഴുതാൻ പറയുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടി എന്താണ് ഒരു കോൺഫിഡൻസ് ആവും. മനസ്സിലായില്ലേ? പിന്നെ ഉള്ളത്, പിന്നെ മെയിനായിട്ടുള്ളതാണ് ഇപ്പം നാട്ടിലൊക്കെ നമ്മൾ കല്യാണം നടക്കാതെ കുറേ പേരൊക്കെ ഇരിപ്പുണ്ടല്ലേ. നമുക്ക് ഇനിയിപ്പം പെണ്ണ് കിട്ടത്തില്ല, ഇല്ലെങ്കിൽ ചെറുക്കനെ കിട്ടത്തില്ല, ഞാൻ ഇത്രയും എന്തോ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കല്യാണം നടക്കുക. അവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമുക്കൊരു എന്താണ് നല്ലത് നമുക്ക് തരും. ചിലപ്പം തട്ടിമാറി പോകുന്നത് ചിലപ്പം എന്താണ് മോശപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പം കോൺഫിഡൻസോട് കൂടി വീണ്ടും നമ്മൾ ട്രൈ ചെയ്തിട്ടേ ഇരിക്കുക. ഇപ്പോൾ എന്ത് കാര്യത്തിനായാലും ഒന്നും കിട്ടത്തില്ല, എന്നെക്കൊണ്ട് നടക്കത്തില്ല, ഞാൻ കഴിവെട്ടവനാണ്, അത് ആ ഒരു ചിന്താഗതിയെ മാറ്റി. ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്, അത് നമ്മളായിട്ട് തന്നെ വെളിയിൽ കൊണ്ടുവരണം. ഇല്ലാതെ നമുക്ക് ഇപ്പം ചിലവർക്ക് വരയ്ക്കാൻ അറിയാമായിരിക്കും, അവരെന്ത് ചെയ്യും, വീണ്ടും അതൊക്കെ വരയ്ക്കുക, ഇടയ്ക്കൊക്കെ ഒന്ന് വരയ്ക്കുക. പിന്നെ പാട്ട് പാടാൻ അറിയാമെങ്കിൽ അതൊക്കെ തന്നെ അത് ഇടയ്ക്ക് വെറുതെ ഇങ്ങനെ നമ്മളത് പ്രാക്ടീസ് ചെയ്യുക. അതിലൂടെയൊക്കെ നമുക്ക് ടെൻഷൻ കുറഞ്ഞ് കിട്ടും. വെറുതെ ടെൻഷൻ അടിച്ച് BP കയറി ഇരിക്കാതെ നമ്മൾ കോൺഫിഡൻസ് ആയിട്ടിരിക്കുക. എന്തെങ്കിലും നെഗറ്റീവ് സംഭവങ്ങൾ സംഭവിച്ചാലും അതെന്തെങ്കിലും ഒരു പോസിറ്റീവ് നമുക്ക് കിട്ടും. അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, കാത്തിട്ടിരിക്കുക. അതെന്നായാലും നമുക്ക് വന്നു ചേരും. ഇല്ലാതെ നമ്മൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെയും ഒന്ന് അകന്ന് നടക്കുന്നത് നല്ലതായിരിക്കും. നെഗറ്റീവ് എന്നും അത് നടക്കില്ല, നീ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആവും. ഒരിക്കലും നെഗറ്റീവ് തിരഞ്ഞെടുക്കാതെ പോസിറ്റീവിലൂടെ തന്നെ പോവുക. എല്ലാ കാര്യങ്ങളും നടക്കും. നമുക്ക് എന്നായാലും ഒരു ദിവസം നല്ലത് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനായി എല്ലാവരും പരിശ്രമിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ജോലിക്ക് തന്നെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ വീട്ടിൽ ഇരുന്നാൽ നമുക്ക് കിട്ടത്തില്ല. അതിന് വേണ്ടി നമ്മൾ പല വഴികളുണ്ട്. ഓരോരുത്തർ അപ്ലൈ ചെയ്യുക. ചിലപ്പോൾ ഇപ്പം ദുബായിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടിയില്ലെങ്കിൽ നമ്മൾ കയറി ഇറങ്ങി കമ്പനികളിലൊക്കെ CV കൊടുത്തൊക്കെ നമ്മൾ ജോലി തേടിയിട്ടേ ഇരിക്കുക. ഇപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ വരാൻ പറ്റില്ല, ജോലി കിട്ടിയാൽ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. പണ്ടൊക്കെ എവിടെ പോയാലും ഏത് രാജ്യത്തുണ്ടെങ്കിൽ ജോലി തേടി പോയാലും ശരി, നമ്മളെ എഫർട്ട് ഇടാതെ നമ്മൾ ചില ആൾക്കാരുണ്ട്, എഫർട്ടൊന്നും ഇടാതെ വെറുതെ ഇങ്ങനെ എഴുതിയിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരെ മണ്ടത്തരമാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ അതിനു വേണ്ടി എത്ര എഫർട്ട് ഇട്ടെന്നുള്ളതാണ്. എഫർട്ട് ഇട്ടിട്ട് കിട്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഓക്കെ, എഫർട്ട് അതും എങ്കിലും തളരരുത്. വീണ്ടും നിങ്ങളത് ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്കത് കിട്ടിയിരിക്കും, ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നെഗറ്റീവ് ഒഴിവാക്കുക. പിന്നെ ഇതിനു വേണ്ടി ഒരു കാര്യത്തിനാണെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടേ ഇരിക്കുക. ഒരു വഴി നമ്മൾ പോയിട്ട് ശരിയാകുന്നില്ല, അടുത്ത വഴി നമ്മൾ അറിവുള്ളവരോടെ ചോദിച്ച് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ആ വഴി എങ്ങനെയെങ്കിലും ഒത്തിരി വഴി പ്ലാറ്റ്ഫോമുകളുണ്ട്, അതുവഴി നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് പോസിറ്റീവായിട്ട് അറ്റൻഡ് ചെയ്യുക, എല്ലാം നടക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. പഴയ വീഡിയോസ് എല്ലാം കാണണം. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.